പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഒരു ഞായറാഴ്ചയും കൂടെ വന്നു. ഇന്ന് മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് അതിരാവിലെ ഏറ്റ് പള്ളിയിൽ പോയി. നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയും എന്നെ അറിയത്തില്ലാത്തവർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മനസ്സിന് നല്ലൊരു സുഖമായി. ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച ആഘോഷത്തിൻ്റെ ഒരു ദിനമായി മാറി. അങ്ങനെ ടൗണിലെല്ലാം പോയി ഇച്ചിരി മീനും കാര്യങ്ങളൊക്കെ മേടിച്ചു വീട്ടിലെത്തി. ഒരുപാട് ദിവസങ്ങൾ കൂടി വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഒരു തോന്നൽ, എൻ്റെ നഗരമായ കണിച്ചാർ, ഞാൻ ജനിച്ചു വളർന്ന നാട്, അങ്ങനെ ആ നാടെന്ന് ചെറിയ രീതിയിൽ നിങ്ങളെയും കാണിക്കാമെന്ന്. നേരം വെളുക്കുന്നതേ ഉള്ളൂ, കടകൾ തുറന്നു വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം ചേട്ടന്മാരൊക്കെ പള്ളിയിൽ പോയി വന്നും ഇച്ചാമാരൊക്കെ നേരത്തെ കടകൾ തുറന്നും. ചേട്ടന്മാർ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം കപ്പയും മീനൊക്കെ വേണ്ടേ? അപ്പോൾ അതിനുവേണ്ടിയുള്ള കടകളൊക്കെ രാവിലെ തന്നെ ഇറച്ചിക്കടയും എല്ലാം തുറന്നു കിടപ്പുണ്ട്. അപ്പം നേരം എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ് കണിച്ചാർ ഡോക്ടർ പൽപ്പ് മെമ്മോറിയൽ UP സ്കൂളും. എൻ്റെ സുഹൃത്ത്, അങ്ങനെ പോകുന്ന വഴി സുഹൃത്തുക്കളെയും എല്ലാം കണ്ടു. അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു അമ്പലമുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതായത് ആ അമ്പലത്തിൻ്റെ ചുറ്റുമാണ് ഞങ്ങളുടെ ഓളിക്കളിയും പന്ത് കളിയും ഡെപ്പോ കളിയും. എന്താ പറയുക, അമ്പലത്തിന് ചുറ്റും എന്താ പറയുക, പണ്ട് കാലത്തെ പാത്രം കഴുകാൻ, ചുറ്റുപാത്രം കഴുകാൻ വേണ്ടിയുള്ള കുഴികൾ ഉണ്ടാക്കി വെക്കും. ആ കുഴികളിൽ വെള്ളം നിറയും. ഉച്ചയ്ക്ക് പോയി പാത്രം കഴുകുന്ന ഓരോരുത്തരുടെ കിണറുകളാണ് അതൊക്കെ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ബോൾ പോകുന്നതും എല്ലാം ഒരു സ്വപ്നമായി മാറുവാണ്. അങ്ങനെ കണിച്ചാർ നഗരത്തിന് പ്രൗഢി നിറഞ്ഞുകൊണ്ട് ഒരു സിനിമാ ടാക്കീസും കുറേ പുതിയ പുതിയ ബിൽഡിങ്ങും പുതിയ ബസ് സ്റ്റാൻഡുകളും എല്ലാം വന്നു. ബസ് സ്റ്റാൻഡിലൊക്കെ രാവിലെ വണ്ടി കയറുന്നില്ല കേട്ടോ. രാവിലെ 8 മണി പോലും ആയില്ല. അതുകൊണ്ടാണ്. പിന്നെ നിരനിരയായി കിടക്കുന്ന ഓട്ടോ സ്റ്റാൻഡുകളും എല്ലാമാണെന്ന് കണിച്ചാറിൻ്റെ. കണിച്ചാർ എന്ന് പറയുന്ന ഗ്രാമം അതിമനോഹരമാണ്. പുഴകളോടും തോടുകളും കൊണ്ടും എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹീതമായ ഒരു നാടാണ്. പള്ളികളും അമ്പലങ്ങളും എല്ലാവരും, എല്ലാ മതസ്ഥരും, മോസ്കുകളും എല്ലാ മതസ്ഥരും ഒന്നിച്ചു ചേർന്ന് നിലകൊള്ളുന്ന ഒരു ടൗണാണ്. എന്തിനും ഒത്തൊരുമയും സ്നേഹവുമാണ് ഇവിടെ. ഏത് കാര്യങ്ങൾക്കും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആവട്ടെ. നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് നിങ്ങൾ ഇന്ന് ജോലികളൊക്കെ മാറ്റിവെച്ച് കുടുംബത്തോടൊത്തും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു.